So, hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ലാൻഡോ ഡയാമാഗ്നറ്റിസം ആണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഡയാമാഗ്നറ്റിസം എന്താണെന്നുള്ളതും ഡയാമാഗ്നറ്റിസത്തിന്റെ ഒരു സ്പെഷ്യൽ കേസ് അല്ല, നമ്മൾ ഹൈ ടെമ്പറേച്ചർ കേസ് ആണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. നമ്മൾ ഈ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് കംപ്ലീറ്റ് എന്താണ് ഹൈ ടെമ്പറേച്ചർ കേസിലുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ലോഗ് സീറ്റ കണ്ടുപിടിച്ചിട്ട് അതിൽ ഹൈ ടെമ്പറേച്ചർ കേസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഓരോ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് വേണം, ഹൈ ടെമ്പറേച്ചർ മാത്രം പോരാ, നമുക്ക് എല്ലാ ടെമ്പറേച്ചറിലും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു കോമൺ അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയാമാഗ്നറ്റിസം അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, എല്ലാ ടെമ്പറേച്ചറിലും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഡയാമാഗ്നറ്റിസിന്റെ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലോഗ് സീറ്റഡ് ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഓക്കെ, ലോഗ് സീറ്റഡ് ഇക്വേഷൻ അവിടുന്ന് പല അപ്രോക്സിമേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നമ്മൾ അവസാന സൈഡിലേക്ക് എത്തിയത്. സോ ലോഗ് സീറ്റഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് സീറ്റ ഈസ് ഈക്വൽ ടു VEB ഡിവൈഡ് ബൈ h²c ഇന്റഗ്രൽ dpz ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി dpz summation j is equal to 0 to infinity log 1 plus z e raised to minus beta eh cut b divided by mc into j plus half minus pz square divided by 2m. ഇതാണ് നമ്മുടെ ലോഗ് സീറ്റഡ് ഇക്വേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ മുന്നേ എന്താ ഏകദേശം ഇവിടെ കേട്ട് ഈ ഒരു ഇക്വേഷൻ ആണത്. ഇതിൽ ഈ LX LY LZ ഞാൻ V ആയിട്ട് എഴുതിയത്, പിന്നെ എന്തോന്നു അപ്പൊ അത് V വന്നു, പിന്നെ EB പുറത്തേക്ക് വന്നു, EC EH അതൊക്കെ കൂടി പുറത്തേക്ക് വന്നിട്ടാണ് ഇപ്പൊ എന്തുള്ളത്, ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ഫോമിലേക്ക് വന്നുള്ളത്. ഓക്കെ, V/²c പിന്നെ ഇന്റഗ്രലിനകത്തുള്ള ടേം. സോ രണ്ട് ടേമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് പിനെയും BZ-നെയും അതേപോലെ തന്നെ J-നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ബി ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ, നമ്പർ കണക്കായിരുന്നില്ല, എന്നാലും കൊടുക്കട്ടെ. സോ നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ എന്താ പറയുക, ഫോർ ഓൾ ടെമ്പറേച്ചേഴ്സ് വി യൂസ് ദി ഓയിലർ സമ്മേഷൻ ഫോർമുല നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, വി യൂസ് ഓയിലർ സമ്മേഷൻ ഫോർമുല നമ്മൾ യൂസ് ചെയ്യാം. ഓയിലർ സമ്മേഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ j is equal to 0 to infinity f of j plus half will be is equal to integral 0 to infinity f of x dx plus 1 by 24 f dash of 0. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് എന്ത് പറയുക, നമ്മൾ ഓയിലർ സമ്മേഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ഓയിലർ സമ്മേഷൻ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇക്വേഷൻ മാറ്റുന്നത്, അതായത് ഈ സമ്മേഷൻ ഉണ്ടല്ലോ, അതായത് സിഗ്മ j is equal to 0 to infinity log 1 plus z e raised to minus beta h cross b by mc j plus 1 by 2 into minus pz square by 2m എന്ന് പറയുന്ന ഈ സമ്മേഷൻ നമ്മൾ ചെയ്യണം, ഈ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഓക്കെ, സോ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. കുറച്ച് നീണ്ട ഇക്വേഷൻസ് ആണ് വരിക. സോ ലോഗ് സീറ്റ തെറ്റാതെ നോക്കട്ടെ, ലോഗ് സീറ്റ ഈസ് ഈക്വൽ ടു പുറത്ത് VEB by h²c ഉണ്ട്. ഓക്കെ, നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഇന്റഗ്രൽ വന്നു. ഓക്കെ, ഈ ഇന്റഗ്രൽ വന്നു. സോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി dpz വന്നു. ഓക്കെ, dpz വന്നു. നൗ നമുക്ക് എന്ത് ചെയ്യണം, ഈ സമ്മേഷൻ മാറ്റിയിട്ട് ഈ ഫോമിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഫോമിലേക്കാണ് കൊടുക്കുന്നത്. സോ ഫസ്റ്റത്തെ ടേം വരുന്നത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി f of x dx ആണ്. f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഗിന്റെ ഈ ടേമിനാണ് നമ്മൾ വിളിക്കുക, നമ്മൾ f of x എന്ന് വിളിക്കുന്നത്. സോ ഈ സമ്മേഷൻ മാറ്റിയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ കൊടുക്കാം. സോ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി f of x ന് പകരം കൊടുക്കാം ലോഗ് കൊടുക്കുക. സോ ലോഗ് 1 plus z e raised to minus beta eh cross b by mc j plus half. ഈ j plus halfന് ആക്ച്വലി നമുക്ക് x എന്ന് കൊണ്ട് കൊടുക്കാം. ഓക്കെ, ഈ j plus halfന് നമുക്ക് x എന്ന് കൊണ്ട് കൊടുക്കാം, കാരണം ഇവിടെ j plus halfനൊക്കെ ഇവിടെ x ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, സോ ഈ j plus halfന് നമ്മൾ കൊടുത്തു x എന്ന് കൊടുത്തു, മൈനസ് ഈ ടേം വന്നു. മൈനസ് ഈ ടേം വരുമ്പോൾ ബീറ്റ
pz square divided by 2m. Okay, ഈ ബീറ്റ ഇയാൾക്കുണ്ട് കേട്ടോ, ബീറ്റ ഇയാൾക്കുണ്ട്. സോ ആ ടേം കംപ്ലീറ്റ് ആയി. ഓക്കെ, ആ ടേം കംപ്ലീറ്റ് ആയി. വിട്ടിട്ടില്ലല്ലോ, ഇല്ല. പ്ലസ് നെക്സ്റ്റ് ടേം വരുന്നത് 1/24 ആണ്. സോ 1/24. പിന്നെ നമുക്ക് എന്തുണ്ട്, ഈ ഇന്റഗ്രൽ ഡി പി സെഡ് ഇതിന് കോമൺ ആണ്. സോ ആ സാധനം വരും. സോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി പി സെഡ് ഉണ്ട്. ഓക്കെ, നൗ എഫ് ഡാഷ് ഓഫ് 0 ചെയ്യണം. അതായത് ഈ ലോഗ് ഫംഗ്ഷന്റെ കംപ്ലീറ്റ്ലി നമ്മൾ എന്തെടുക്കണം, നമ്മൾ അതിന് ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അതിന് ഡെറിവേറ്റീവ് എടുക്കണം. സോ ലോഗിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ആണ്. സോ 1/1 എന്ത് വരും, 1/1 plus z e raised to minus beta e h cross minus beta e h cross b by mc x j plus half നമ്മൾ എന്ത് കൊടുത്തു, നമ്മൾ x എന്ന് കൊടുത്തു. ഓക്കെ, j plus half നമ്മൾ x എന്ന് കൊടുത്തു. മൈനസ് ബീറ്റ pz square divided by 2m വന്നു. ബീറ്റ z square divided by 2m വന്നു. ഓക്കെ, അപ്പോൾ അത് എന്തായി, ലോഗിന്റെ ഡെറിവേറ്റീവ് ആയി. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x ആയി. ഇൻറ്റു എന്ത് ചെയ്യണം, ഈ ലോഗിന് അകത്തുള്ള ടേമിന് എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് എടുക്കണം. സോ 1ന്റെ എടുത്തിട്ട് കാര്യമില്ല. സോ എന്ത് ചെയ്യാം, സെഡും ഇൻറ്റു എക്സ്പോണൻഷ്യൽ എടുക്കാം. സോ സെഡ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ തന്നെ കിട്ടും. സോ മൈനസ് ബീറ്റ ഇ എച്ച് ക്രോസ് ബി ബൈ എം സി into x, okay, minus beta pz square divided by 2m. So exponentially എടുത്തു. ഇനി with respect to b ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. f dash of 0 with respect to b ആണ് നമ്മൾ എടുക്കുന്നത്. സോ b വരുന്ന ടേം ഈ ടേം ആണ് വരുന്നത്. സോ ഈ ടേമിനെ എടുക്കുമ്പോൾ ഇത് എടുക്കുമ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് ബീറ്റ ഇ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ എം സി വരും. ഓക്കെ, ബീറ്റ ഇ എച്ച് ക്രോസ് എം സി വിത്ത് റെസ്പെക്ട് ടു ജെ പ്ലസ് ഹാഫ് എടുക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ജെ പ്ലസ് ഹാഫ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, ജെ പ്ലസ് ഹാഫ് നമ്മൾ എക്സ് കൊടുത്തു. സോ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് എടുക്കുക. സോ ഇവിടെ ബിയും കൂടി എടുക്കുക. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടും. ബാക്കി ടേംസ് എന്ത് ചെയ്തി, നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് എഴുതി. ഓക്കെ, സോ ഇതാണ് എന്ത് വരുന്നത്, നമ്മൾ സമ്മേഷൻ ഫോർമുല വെച്ചിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കണം കംപ്ലീറ്റ് ആയിട്ട്. സോ വിച്ച് വിൽ ബീസ് ഈക്വൽ ടു വി ഇ ബി ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ സി. ഫസ്റ്റ് ടേമിന് നമ്മൾ തൊടുന്നില്ല, അതേപോലെ തന്നെ എഴുതാം. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി dpz integral 0 to infinity log 1 plus z e raised to minus beta eh cut b by mc x minus beta pz square divided by 2m വന്നു plus 1/24 പ്ലസ് ആണ് അല്ലേ, ഇവിടെ മൈനസ് ഉണ്ടല്ലേ, ഈ ടേമിലൂടെ മൈനസ് ഉണ്ട്. സോ ഇവിടെ പ്ലസ് എന്തായിട്ട് പോകും, മൈനസ് ആയിട്ട് പോകും. ദിസ് ടേം ബിക്കംസ് മൈനസ്. ഓക്കെ, സോ നമുക്ക് അതിലെ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ എന്ത് വരും, സോ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എഫ് ഡാഷ് ഓഫ് 0 ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. എഫ് ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ എക്സിനൊക്കെ 0 കൊടുക്കാം അല്ലെ. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമിൽ ഈ എക്സ്പോണൻഷ്യലി ഇ റേസ് ടു 0 1 ആയിട്ട് പോകും. ഈ എക്സ്പോണൻഷ്യലി ഈ ടേം ഇ റേസ് ടു 1 ആയിട്ട് പോകും, അത്രയും പോകും. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ബാക്കി എന്താ വരിക, ന്യൂമറേറ്ററിൽ ഈ ടേം പോയി, ഈ ടേമിൽ എക്സ്പോണൻഷ്യലി ഫസ്റ്റ് ടേം പോയി, ബാക്കി ഈ ടേം വരും. ഓക്കെ, so minus z e raised to minus beta pz square divided by 2m divided by ഈ ഡിനോമിനേറ്ററിൽ എന്ത് വന്നു 1 പ്ലസ് ഈ ഫസ്റ്റ് എക്സ്പോണൻഷ്യൽ പോയി, കാരണം x 0 പോയി, ഇത് വരും, അതേ വരില്ലേ. സോ 1 പ്ലസ് z e raised to minus beta
pz square divided by 2m വരും. ഓക്കെ, വേറെ എന്താ വരിക? ഇൻറ്റു ഈ ടേം വന്നു. ഓക്കെ, ഈ ടേം ബീറ്റ EH ക്രോസ് B divided by MC വന്നു. ഓക്കെ, divided by MC വന്നു. ഓക്കെ, ഈ ഇൻ്റഗ്രൽ ഉണ്ട് അവിടെ, ഈ ഇൻ്റഗ്രൽ എഴുതാൻ മറന്നു. സോ അവിടെ ഇൻ്റഗ്രൽ ഉണ്ട്. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒരു dpz എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു dpz കൂടി എടുക്കുന്നുണ്ട്. ഓക്കെ, സോ which can be written as VEB divided by h square c into ഫസ്റ്റ് ടേം ഞാൻ അതേപോലെ തന്നെ എഴുതി, അങ്ങനെ എഴുതുന്ന കാര്യം ജസ്റ്റ് മാറ്റം വരുത്തുന്നില്ല. മൈനസ് ഈ ടേം നമുക്ക് നിർത്തിക്ക് എഴുതാം. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുക? z raised to മൈനസ് ബീറ്റ pz സ്ക്വയർ ബൈ 2m ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 1 പിന്നെ ഒരു dpz ഉണ്ട്, അപ്പോൾ dpz മാത്രമായി ഡിവൈഡ് ബൈ ഇവിടെ 1 ബൈ z raised to മൈനസ് ബീറ്റ pz സ്ക്വയർ ഡിവൈഡ് ബൈ 2m വരുമ്പോൾ അതിന് മുകളിൽ കൊടുക്കുമ്പോൾ തരും z raised to മൈനസ് 1 e raised to ബീറ്റ pz സ്ക്വയർ ഡിവൈഡ് ബൈ 2m വരും. ഓക്കെ, pz സ്ക്വയർ ഡിവൈഡ് ബൈ 2m വരും. പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? അഗെയിൻ 1 വരും. ഓക്കെ, അഗെയിൻ 1 വരും. നൗ ഇവിടെ EH ക്രോസ് ഉണ്ട്, ബീറ്റ ബി ഉണ്ട്. ഓക്കെ, ബീറ്റ ബി അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് മ്യൂ എഫക്റ്റീവിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. മ്യൂ എഫക്റ്റീവിന്റെ ഇക്വേഷൻ വരുന്നത് മ്യൂ എഫക്റ്റീവ് വരുന്നത് EH ബൈ ഈ മ്യൂ എഫക്റ്റീവിന്റെ ഇക്വേഷൻ വരുന്നത് EH ബൈ 4πmc ആണ്. ഓക്കെ, സോ ഇതിൽ h ബൈ 2 EH ക്രോസ് കൊടുക്കുകയാണെങ്കിൽ EH ക്രോസ് ബൈ 2mc ആണ് വരുന്നത്. ഓക്കെ, EH ക്രോസ് ബൈ 2mc ആണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ മ്യൂ എഫക്റ്റീവ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു സി മിസ്സിംഗ് ഉണ്ടല്ലോ, ആ സി അവിടെ പോയി. നമ്മൾ ഇതിനല്ലേ ചെയ്യുന്നത്, സോ അവിടെ ഒരു സിയും കൂടി കിട്ടാം, സി ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു 2 കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഈ ബീറ്റ ബിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ EH ക്രോസ് ബൈ 2 കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് മ്യൂ എഫക്റ്റീവ് ആയിട്ട് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു 2 മുകളിലും 2 താഴത്തും കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ബീറ്റ ബി ഡിവൈഡ് ബൈ ബീറ്റ ബി ഇൻറ്റു മ്യൂ എഫക്റ്റീവ്, ബീറ്റ ബി ഇൻറ്റു മ്യൂ എഫക്റ്റീവ് ഇൻറ്റു ഒരു 2 വരും. ഓക്കെ, ഇൻറ്റു ഒരു 2 വരും. പിന്നെ ഇവിടെ ഒരു 1/24 ഉണ്ട് കേട്ടോ. 1/24 ഉണ്ട്, അത് എഴുതാൻ മറന്നു. ഒരു 1/24 ഉണ്ട്. ഓക്കെ, ഇൻറ്റു 2 ഡിവൈഡ് ബൈ 24 വന്നു. ഓക്കെ, സോ ഇതിൽ EH ക്രോസ് ബൈ 2mc നമ്മൾ മ്യൂ എഫക്റ്റീവ് കൊടുത്തു, ബാക്കി ബീറ്റ ബി 2 വന്നു. പിന്നെ ഇവിടെ പുറത്ത് 1/24 ഉണ്ടായിരുന്നു, ആ 1/24 നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു VEB divided by h square c into നമ്മുടെ ഫസ്റ്റ് ടേം എന്തായിരുന്നു? ഫസ്റ്റ് ടേം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി dpz ഇന്റഗ്രൽ 0 to infinity log 1 plus z raised to minus beta EH cross b divided by mc x minus beta pz square divided by 2m. Okay, minus പിന്നെ ഈ ഇന്റഗ്രൽ ടേം വന്നു. സോ ഈ 2/24 നമുക്ക് 1/12 ആക്കി എഴുതാം. പിന്നെ ഈ ബീറ്റ ബൈ മ്യൂ എഫക്റ്റീവ് ഇന്റഗ്രൽ ഉള്ളിൽ നിൽക്കില്ല, സോ അതിന് നമുക്ക് എന്ത് എഴുതാം? പുറത്ത് എഴുതാം. സോ ബീറ്റ ബി മ്യൂ എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി dpz divided by z raised to minus 1 e raised to beta pz square divided by 2m plus 1. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ലോഗ് സീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ജനറൽ ടെമ്പറേച്ചർ, നമുക്ക് കിട്ടുന്ന ലോഗ് സീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിലത്തെ ഈ സെക്കൻഡ് ടേമിന് മാത്രം എടുക്കാം. ഓക്കെ, ഈ സെക്കൻഡ് ടേമിന് മാത്രം എടുക്കാം. ഫസ്റ്റ് ടേം അവിടെ നിൽക്കട്ടെ, സെക്കൻഡ് ടേമിന് മാത്രം നമുക്ക് സെപ്പറേറ്റ് എടുക്കാം.
സോ സെക്കൻഡ് ടേം. സോ സെക്കൻഡ് ടേമിനെ മാത്രം നമുക്ക് എടുത്തൊന്ന് സോൾവ് ചെയ്യാം. സോ സെക്കൻഡ് ടേം പറയുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിന്റെ പുറത്ത് ഓൾറെഡി എന്തുണ്ടായിരുന്നു, ബ്രാക്കറ്റിന്റെ പുറത്തൊരു വി ഇ ബി ബൈ എച്ച് സ്ക്വയർ സി ഉണ്ടല്ലോ. സോ ആ ടേം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം എന്തായിട്ട് മാറും, വി ഇ ബി ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ സി, പിന്നെ ബീറ്റ ബി mu effective divided by 12, beta b mu effective divided by 12 into integral minus infinity to infinity dpz divided by z raised to minus 1 e raised to pz square divided by 2m plus 1. ഓക്കെ, ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് സോൾവ് ചെയ്യണം. ഇതിനെ മൊത്തത്തിൽ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് put y is equal to beta pz square divided by 2m കൊടുക്കാം. ഓക്കെ, ബീറ്റ pz square by 2m നമ്മൾ കൊടുക്കാം, നമുക്ക് y കൊടുക്കാം. ഇവിടെ ഒരു ബീറ്റ ഇല്ലേ, ഇവിടെ ഒരു ബീറ്റ ഉണ്ട്, മൈനസ് ബീറ്റ pz square divided by 2m. ഓക്കെ, ഇതിലെ ബീറ്റ pz square by 2m എന്ന് കൊടുത്തു, നമ്മൾ y എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇതിൽ pz എന്ത് വരും, pz square will be is equal to 2m divided by beta y വരും. ഓക്കെ, ആൻഡ് pz is equal to root of 2m by beta root y വരും. സോ dpz എന്ത് വരും, dpz is equal to 2 root of 2m by beta root x ന്റെ ഡെറിവേറ്റീവ് 1 by 2 root x. ഓക്കെ, 1 by 2 root x dx, 1 by 2 root x dx വന്നു. ഓക്കെ, now സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തതിന് സെക്കൻഡ് ടേം എങ്ങനെ മാറും, സെക്കൻഡ് ടേം മൈനസ് വി ഇ ബി ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ സി ഇൻറ്റു ബീറ്റ ബി mu effective divided by 12, mu effective divided by 12, പിന്നെ എന്ത് വരും, പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി പി സെഡിനെ നമുക്ക് കൊടുക്കാം, ഡി പി സെഡിന് ഈ ടേം കൊടുക്കാം. സോ റൂട്ട് 2m by beta into 1 by 2 root y dy കൊടുത്തു, divided by e raised to z raised to minus 1 e raised to y plus 1. ഓക്കെ, e raised to y plus 1 കിട്ടും നമുക്ക്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സോ ഇതിൽ ബിയും ഇവിടെ കിട്ടുന്നുണ്ട്, അതിന് നമുക്ക് എന്ത് എഴുതാം, ബി സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അതിനെ ബി സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് എഴുതാം. സോ minus v into b square divided by h square c. Now നമുക്ക് എന്തിപ്പോ ചെയ്യാൻ പറ്റത്തില്ല, ബീറ്റ ബി തൽക്കാലം നമുക്ക് ഈ ടേംസിനൊക്കെ നമുക്ക് പുറത്ത് എടുക്കാം. ഓക്കെ, ഔട്ട് സൈഡ് എടുക്കാം. സോ ബീറ്റ, പിന്നെന്താണ് ഇവിടെ മ്യൂ എഫക്റ്റീവ് ഉണ്ട്, മ്യൂ എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ 12 ഉണ്ട്. സോ റൂട്ട് 2m ബൈ ബീറ്റ പുറത്ത് വന്നു. സോ റൂട്ട് 2m ബൈ ബീറ്റ പുറത്ത് വന്നു. പിന്നെ ഒരു 1 by 2 ഉണ്ട്, 1 by 2 പുറത്ത് വന്നു. പിന്നെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 by root y ആണ്, നമുക്ക് എഴുതാം y raised to minus 1 by 2 dy divided by z raised to minus 1 e raised to y plus 1. ഓക്കെ, സോ ഇന്റഗ്രലിന്റെ ഉള്ളിൽ വൃത്തിയായി, നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്ത് എന്താ മതി, നമുക്ക് കംപ്ലീറ്റ്ലി ഒന്ന് വൃത്തിയാക്കിയാൽ മതി. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ റൂട്ട് 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ അതിൻ്റെ നമുക്ക് ഇതിനെ റൂട്ട് 2 എഴുതിയിട്ട് ഈ റൂട്ട് 2ഉം ഇതിലത്തെ ഒരു റൂട്ട് 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഒരു റൂട്ട് 2 എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി ഇവിടെ എന്ത് വരും, റൂട്ട് 2 വരും. ആ റൂട്ട് 2നെ ഇതിനുള്ളിൽ എടുക്കാം. ഓക്കെ, ആ റൂട്ട് 2നെ ഇതിനുള്ളിൽ എടുക്കാം.
സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ബീറ്റ ഉണ്ട്, ഇവിടെ ബീറ്റ റൂട്ട് ഉണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതും ക്യാൻസൽ ചെയ്യാൻ ബാക്കി എന്ത് വരും? ഒരു റൂട്ട് ബീറ്റ വരും. ഓക്കെ, ഒരു റൂട്ട് ബീറ്റ വരും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് വി ഇൻറ്റു ബി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ സി. സോ എന്തായി ഇവിടെ? റൂട്ട് ബി റൂട്ട് എം 2 സോ എം ബീറ്റ ബൈ 2 ഹോൾ റേസ് ടു 1/2 ആയി. ഓക്കെ, ബാക്കി വരുന്നത് ഒരു മ്യൂ എഫക്റ്റീവ് ഉണ്ട്, ഒരു മ്യൂ എഫക്റ്റീവ് ഡിവൈഡ് ബൈ 12 ഉണ്ട്, പിന്നെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി y റേസ് ടു മൈനസ് 1/2 ഡിവൈഡഡ് ബൈ z റേസ് ടു മൈനസ് 1 e റേസ് ടു y പ്ലസ് 1 dy എടുക്കുന്നുണ്ട്. dy എടുക്കുന്നുണ്ട്. ഓക്കെ, dy എടുക്കുന്നുണ്ട്. നൗ ഓക്കെ, നമ്മട്ടില്ലല്ലോ. സോ ഇവിടെ ഇ ഉണ്ടായിരുന്നു അല്ലേ? ആ ഇനും കൂടി നമുക്ക് കൊടുക്കാം, ഓക്കെ. സോ നമ്മളെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മുകളിലും താഴത്തും ഒരു എച്ച് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മുകളിലും താഴത്തും നമുക്കൊരു എച്ച് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് വി ബി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴത്തുനിന്നായി മാറി എച്ച് ക്യൂ ബൈ സി ആയി. ഓക്കെ, ആ ഇനും എച്ചിനും ഞാൻ ഒരുമിച്ച് എഴുതി, മുകളിൽ താഴത്തിൽ എച്ച് കൊടുത്തു, ആ ഇനും എച്ചിനെ ഒരുമിച്ച് എഴുതി. പിന്നെ എന്ത് വന്നു? എം ബീറ്റ ബൈ 2 അത് മൊത്തം റൂട്ടിൻ്റെ ഉള്ളിൽ, എം ബീറ്റ ബൈ 2 മൊത്തം അതെന്തായിരുന്നു? അത് കംപ്ലീറ്റ് റൂട്ടിൻ്റെ ഉള്ളിൽ വന്നു. പിന്നെ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഞാൻ ലിമിറ്റ് മാറ്റിയിട്ട് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആക്കണം. അപ്പോൾ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. y റേസ് ടു മൈനസ് 1/2 z റേസ് ടു മൈനസ് 1 e റേസ് ടു y പ്ലസ് 1. ഓക്കെ, dy. ഓക്കെ, so which can be written as minus vb square divided by h cube c. Now നെ നമുക്ക് എങ്ങനെ എഴുതാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂ എഫക്റ്റീവ് നമുക്കറിയാം. മ്യൂ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് by 4πmc ആണ്. ഓക്കെ, by 4πmc ആണ് എന്ത്? ഈ എഫക്റ്റീവ്. സോ is equal to എന്ത് വരും? 4πmc into മ്യൂ എഫക്റ്റീവ്. സോ ഇതിന് പകരം കൊടുക്കാം മ്യൂ എഫക്റ്റീവ് into 4πmc കൊടുക്കാം. സോ ന് പകരം എന്ത് കൊടുത്തു? മ്യൂ എഫക്റ്റീവ് into 4πmc കൊടുത്തു. ഓക്കെ, ബാക്കി വരുന്നത് പുറത്തുണ്ട് ഒരു റൂട്ട് ഓഫ് എം ബീറ്റ ബൈ 2 എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ 12 ഇവിടെ പോയി, ഈ ടേം വന്നു അല്ലേ? ഈ ടേം വന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടില്ല. സോ ഇവിടെ എന്ത് എക്സ്ട്രാ വരുന്നുണ്ട്? ഇവിടെ ഒരു മ്യൂ എഫക്റ്റീവ് ബൈ 12 കൂടി കിട്ടാം. സോ 12 ഇതും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്തായി മാറി? 6 ആയിട്ട് മാറി. സോ മ്യൂ എഫക്റ്റീവ് ഡിവൈഡ് ബൈ 6 വന്നു. ഓക്കെ, നൗ ലിമിറ്റ് എന്താണ്? 0 ടു ഇൻഫിനിറ്റി y റേസ് ടു മൈനസ് 1/2 z റേസ് ടു മൈനസ് 1 e റേസ് ടു y പ്ലസ് 1 dy കിട്ടി. ഓക്കെ, സോ which will be is equal to നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്തതിനൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, സോ വി ഹാവ് മ്യൂ എഫക്റ്റീവ് ഉണ്ട്. സോ അതെന്തായിട്ട് മാറും? മ്യൂ എഫക്റ്റീവ് ഹോൾ സ്ക്വയർ. ഇവിടെ ബി ഉണ്ട്, സ്ക്വയർ ഉണ്ട്. സോ മ്യൂ എഫക്റ്റീവിനും ബിയും നമുക്ക് എന്ത് പറ്റും? ഹോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ എം റേസ് ടു 1/2 ഉണ്ട്, ഇവിടെ എം ഉണ്ട്. സോ എം റേസ് ടു 3/2 ആവും. അഗെയിൻ ഇവിടെ എന്തുണ്ട്? ഇവിടെ 2 സ്ക്വയർ വരും. 4/2 സ്ക്വയർ വരും. ഇവിടെ റൂട്ട് 2 ഉണ്ട്. ഓക്കെ, ആക്ച്വലി നമുക്ക് ഇതും ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഓക്കെ, നൗ ഇവിടെ റൂട്ട് 2 വരും, റൂട്ട് 2 into റൂട്ട് 2. സോ റൂട്ട് 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? ഒരു റൂട്ട് 2 വരും. സോ ആ റൂട്ട് 2 അല്ല, ഇപ്പോൾ റൂട്ട് 2 വരുള്ളൂ. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. ഓക്കെ,
സോ നമുക്ക് എന്തൊക്കെയുണ്ട്? സോ മൈനസ് വിക്ക് എന്തായാലും ആരും കൂടില്ല, സോ വി ഒറ്റയ്ക്ക് എഴുതി. ഓക്കെ, എച്ച് ക്യൂബിനും ആരും കൂടില്ല, സോ എച്ച് ക്യൂബിന് നമ്മൾ ഒറ്റയ്ക്ക് എഴുതി. ഓക്കെ, വി ക്യാൻ ക്യാൻസൽ ഔട്ട് ദി സി ആൻഡ് സി. ഈ സിയും സിനും ക്യാൻസൽ ചെയ്യാം. ഈ പയ്യും എന്തായാലും ഒറ്റയ്ക്കാണ് അല്ലെ, പയ്യനും ആരും കൂടില്ല, സോ പയ്യും നമ്മൾ ഒറ്റയ്ക്ക് എഴുതി. പിന്നെ കോമ്പിനേഷൻ എടുക്കാൻ പറ്റുന്ന ആരൊക്കെയാണ്? കോമ്പിനേഷൻ എടുക്കാൻ പറ്റുന്ന ഈ മ്യൂ എഫക്റ്റീവ് സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്. സോ മ്യൂ എഫക്റ്റീവ് ഇൻറ്റു ബി ദ ഹോൾ സ്ക്വയർ കൊടുത്തു. ഓക്കെ, പിന്നെ വരുന്നത് എന്തായിരിക്കും? ഇവിടെ √2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ √2 ഇൻറ്റു √2 വരും. √2 ക്യാൻസൽ ആയി, സോ ദിസ് ബിക്കംസ് √2 ആയി. ഞാൻ പിന്നെ മുകളിലും താഴത്തെ ഒരു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിചാരിക്കാം. മുകളിലും താഴത്തെ ഒരു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇതെന്തായിട്ട് മാറും? 2�3/2 ആവും. ഓക്കെ, 2�3/2 ആവും. ഇവിടെ m ഉണ്ട്, ഇവിടെ √m ഉണ്ട്. സോ അതും m�3/2 ആവും. സോ നമുക്ക് എഴുതാൻ പറ്റും 2m�3/2 ആയി. ഓക്കെ, 2m�3/2 ആയി. പിന്നെന്താ ഉള്ളത്? പിന്നെ ഇവിടെ 3 ഉണ്ട്, അപ്പം താഴത്തെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വന്നു. പിന്നുള്ളത് ഈ റൂട്ട് ബീറ്റ ഒറ്റയ്ക്കാണ്, ഈ ബീറ്റ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. സോ റൂട്ട് ബീറ്റ വന്നു. ഓക്കെ, പിന്നെ ഈ ലിമിറ്റ് ഇന്റഗ്രൽ വന്നു. സോ 0 to infinity y⁻⁻² dy divided by z⁻⁻1 e⁻y+1 വന്നു. ഓക്കെ, സോ അതിനൊന്ന് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? വിച്ച് വിൽ ബി ഈക്വൽ ടു സെക്കൻഡ്, നമ്മളിപ്പോൾ ആ സെക്കൻഡ് ടേം മാത്രം എടുത്തുള്ളത്. ആ സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു -πv ഇൻറ്റു 2m⁻³ divided by 6h³ ഇൻറ്റു മ്യൂ എഫക്റ്റീവ് ബി ദ ഹോൾ സ്ക്വയർ, പിന്നെ √b ഉണ്ട്, √β. നൗ ദിസ് ഇന്റഗ്രൽ, ഈ ഇന്റഗ്രൽ നമുക്കറിയാം. ഈ ഇന്റഗ്രൽ എന്താണ് ആക്ച്വലി? ആ ഇന്റഗ്രൽ നമ്മളെ എഫ് മ്യൂ ഓഫ് സെഡ് ഫോമിലാണ് കിട്ടുന്നത് അല്ലെ. അതായത് നമ്മൾ f1/2 ഓഫ് സെഡ് കാണുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1/Γ(1/2) ഇന്റഗ്രൽ 0 to infinity y⁻⁻ എന്താ പറയുക, y⁻⁻1 ആണ്. μ-1 എന്ന് പറയുമ്പോൾ 1/2 - 1 -1/2 divided by z⁻⁻1 e⁻y+1 dy ആയിട്ട് എടുക്കണം. സോ ഇതേ ഇന്റഗ്രൽ ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതേ ഇന്റഗ്രൽ ആണ് ഇവിടെ കിട്ടുന്നത്. സോ ആ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Γ1/2 ഇൻറ്റു f1/2 എഴുതാം. സോ Γ1/2 ഇൻറ്റു f1/2. Γ1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Γ1/2 ഇൻറ്റു f1/2 ഓഫ് z ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, Γ1/2 ഇൻറ്റു f1/2 ഓഫ് z ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ എന്തെഴുതാം? സോ Γ1/2 പറഞ്ഞാൽ √π ആണ്. ഓക്കെ, √π ആകുമ്പോൾ ഇവിടെ √π വരും, ഇവിടെ π ഉണ്ട്. സോ π⁻3/2 ആവും. അതിന് നമുക്ക് ഇതിനുള്ളിൽ എടുക്കാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു -v divided by 6h³ into 2πm⁻³ into mu effective b the whole square √β f1/2 of z. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന ആ ഇന്റഗ്രൽ log z-ന്റെ രണ്ടാമത്തെ ടേമിനെ മാത്രം എടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ നമുക്ക് m കണ്ടുപിടിക്കണം വിചാരിക്കുക. ഓക്കെ, നമുക്ക് നെറ്റ് മാഗ്നറ്റൈസേഷൻ കിട്ടാനാണല്ലോ നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ നെറ്റ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/β ∂b ഓഫ് ലോഗ് സീറ്റ ആണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നൗ നമ്മളെ ഇക്വേഷൻ നോക്കാം. നമ്മളെ ലോഗ് സീറ്റയുടെ ഇക്വേഷൻ നോക്കാം. സോ ഇതാണ് നമ്മുടെ ലോഗ് സീറ്റയുടെ ഇക്വേഷൻ കിട്ടിയത്. ഇതിൽ ഈ സെക്കൻഡ് ടേം മാത്രം സോൾവ് ചെയ്തിട്ടാണ് ഇപ്പം എന്ത് കിട്ടിയത്? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള -πv 2m⁻³ 6h³ ആ ഇക്വേഷൻ നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താ പറയുക, m കാണുമ്പോൾ m-ന്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? -1/β ∂b ഓഫ് ലോഗ് സീറ്റയാണ് വരുന്നത്. ഓക്കെ, സോ ലോഗ് സീറ്റ എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ടേമും ഉണ്ട് സെക്കൻഡ് ടേമും ഉണ്ട്. പക്ഷേ
നമ്മൾ m കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തില്ല, വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദ ഫസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദിസ് ടേം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ബി. ഈ ടേം എന്തല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ബി അല്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് ബി ഉണ്ട് തോന്നും, കാരണം ബി ഇവിടെ ഉണ്ട്. പിന്നെയല്ല ഈ ബൈ സ്ക്വയർ ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ബി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ വേരിയബിൾ മാറ്റുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ എക്സിനെ മാറ്റിയിട്ട് നമ്മൾ ബി എക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് ഒബ്റ്റെയിൻ ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ ഈ എക്സിന് പകരം ബി എക്സ് ഇട്ട് കൊടുത്തു, ഇവിടെ ഈ ബിക്ക് പകരം ബി എക്സ് ഇട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടും ഇതേ എക്സാക്ട് ഇന്റഗ്രൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. Okay, so if the integral doesn't change under coordinate change ചെയ്യുമ്പോൾ നമ്മൾ ഇന്റഗ്രൽ ട്രാൻസ്ഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഇന്റഗ്രൽ ആ കോർഡിനേറ്റിന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയും. ഓക്കെ, സോ അതാണ് നമ്മൾ എന്ത് പറയാൻ കാരണം, ഈ ഫസ്റ്റ് ടേം ബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഈ ഫസ്റ്റ് ടേം എന്ത് ചെയ്യണില്ല, ബിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല എന്ന് എഴുതിയാൽ മതി. സോ ഫസ്റ്റ് ടേം ഡസൻ ഡിപ്പെൻഡ് അപ്പോൺ ബി, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ബി. ബി എന്ത് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണ്. സോ നമ്മൾ മാഗ്നറ്റൈസേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഈ ഫസ്റ്റ് ടേമിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സെക്കൻഡ് ടേമിനെ മാത്രം മതി കൺസിഡർ ചെയ്താൽ മതി. ആ സെക്കൻഡ് ടേം അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. Okay, so since first term is independent of b, we don't have to consider the first term in calculating magnetization. Total magnetization consider ചെയ്യുമ്പോൾ നമുക്ക് കാര്യമില്ല, ഈ ഫസ്റ്റ് ടേം കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഈ സെക്കൻഡ് ടേം മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ m is equal to എന്ത് വരും, so m is equal to 1 by beta dou by dou b of, നമുക്ക് എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ടേം മാത്രം കൺസിഡർ ചെയ്താൽ മതി. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വി ബൈ 6h cube എന്താണ് നമുക്ക് കിട്ടിയത്, മൈനസ് വി ബൈ 6h cube 2 pi m raised to 3 by 2 2 pi m raised to 3 by 2 പിന്നെ mu effective into b the whole square പിന്നെ ഒരു റൂട്ട് ബീറ്റ പിന്നെ f1 by 2 of z. ഇതാണ് ഇക്വേഷൻ വരുന്നത്. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ബി എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ആകെ ബി വരുന്നത് എവിടെയാണ്, ഈ ടേമിൽ മാത്രമേ വരുന്നത്. സോ വലിയ പ്രശ്നം വരില്ല നമുക്ക്. നൗ അഗെയിൻ ഈ റൂട്ട് ബീറ്റയും ഈ ബീറ്റയും കൂടി ക്യാൻസൽ ചെയ്യാൻ ഇവിടെ റൂട്ട് ബീറ്റ വരും, ഈ ബീറ്റ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ബി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും, ബീറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2b കിട്ടും അല്ലെ, 2b കിട്ടും. സോ therefore m is equal to നമുക്ക് കിട്ടും m is equal to minus pi v ഇല്ലല്ലോ, മൈനസ് v ഉള്ളൂ, minus v divided by 6h cube. 6h cube ആക്ച്വലി ഇവിടെ 2b വരും അല്ലെ, നമുക്ക് എഴുതിയിട്ട് മാറ്റാം അല്ലെ. സോ മൈനസ് v divided by 6h cube പിന്നെ ഇവിടെ റൂട്ട് ബീറ്റ വന്നു. സോ ബീറ്റ റേസ് ടു 1 by 2 into 2 pi m raised to 3 by 2 into mu effective square പിന്നെ b square ചെയ്യുമ്പോൾ 2b വന്നു, പിന്നെ ഒരു f1 by 2 of z വന്നു. ഓക്കെ, സോ ബിയിൽ മാത്രമാണ് ആകെ ടേം ബി സ്ക്വയർ മാത്രമാണെങ്കിൽ ബി ഉള്ള ടേം ഉള്ളൂ. സോ അത് മാത്രം എഴുതി, ബാക്കി ടേംസിനെ അതുപോലെ തന്നെ എഴുതി. സോ വി ക്യാൻ ക്യാൻസൽ ഔട്ട് ദിസ് 2 and 6 നമുക്ക് 3 എന്ന് എഴുതാൻ പറ്റും, 2 and 6 നമുക്ക് 3 എഴുതാൻ പറ്റും. ആൻഡ് therefore m is equal to നമുക്ക് കിട്ടും, therefore m is equal to minus v divided by 3h cube beta raised to 1 by 2 2 pi m raised to 3 by 2 into mu effective b into f1 by 2 of z. In terms of Fermi-Dirac function കിട്ടി, നമുക്ക് മാഗ്നറ്റൈസേഷൻ കിട്ടി. ഓക്കെ, therefore മാഗ്നറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സസെപ്റ്റിബിലിറ്റി കാണാം. സസെപ്റ്റിബിലിറ്റി ഈസ് ഈക്വൽ ടു എം ബൈ പെർ വോളി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എം ബൈ വി ബി ചെയ്യാം. ഓക്കെ, സോ ഈക്വൽ ടു ഈ വിയും ഈ വി എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോവും. സോ ബാക്കി എന്തുണ്ടാവുള്ളൂ, ബാക്കി മൈനസ് മ്യൂ എഫക്റ്റീവ് സ്ക്വയർ ഉണ്ട്, മ്യൂ എഫക്റ്റീവ് സ്ക്വയർ. സോ മ്യൂ എഫക്റ്റീവ് സ്ക്വയർ പിന്നെ 2 pi m raised to 3 by 2 divided by 3h cube beta raised to 1 by 2 പിന്നെ എന്നുള്ളത് f1 by 2 of z into f1 by 2 of z. Okay, so this is the susceptibility for general temperature. ഒരു particular temperature, general temperature നമ്മൾ കണ്ടുപിടിക്കാനുള്ള സസെപ്റ്റിബിലിറ്റിയുടെ ഇക്വേഷൻ ആണ് എന്തുള്ളത് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചത്.
ഓക്കെ. നൗ ഇതിൽ psi tends to ഇൻഫിനിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ അതേ കേസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാൻ ഒരു കേസും കൂടി പറഞ്ഞിട്ട് ഇപ്പോൾ psi tends to high temperature ആവുന്ന കേസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. ഹൈ ടെമ്പറേച്ചർ ആവുന്ന കേസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. നൗ T tends to low temperature നോക്കാം. അതായത് T tends to 0 Kelvin. T tends to 0 Kelvin ആവുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കുക. T tends to 0 ആണെങ്കിൽ നമ്മളെ F1/2 of Z, F1/2 of Z ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be approximately is equal to 2/√pi EF by KT raised to 1/2 വരും. ഓക്കെ. നേരത്തെ നോക്കിയാൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് ഇനി സെഡിൻ്റെ എക്സ്പാൻഷൻ കൊടുത്ത് സോൾവ് ചെയ്തിട്ടൊക്കെ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ. F1/2 സെഡിന് എന്ത് വരും? ഈ വാല്യൂ ആണ് വരിക. സോ psi is equal to എന്ത് വരും? മൈനസ് മ്യൂ എഫക്റ്റീവ് സ്ക്വയർ ഇൻറ്റു 2pi m raised to 3/2 2pi m raised to 3/2 divided by 3h cube beta raised to 1/2 F1/2 എന്ന് കൊടുക്കുക 2/√pi EF by KT raised to 1/2 കൊടുക്കുക. ഓക്കെ. EF by KT raised to 1/2 കൊടുക്കുക. ഇതിനൊന്ന് സോൾവ് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക? നമ്മളെ EFന്റെ വാല്യൂ ഒക്കെ കൊടുത്തിട്ട് സോൾവ് ചെയ്യുക. EF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3n divided by 4pi v raised to 2/3 h square by 2m ആണ്. സോ EFന്റെ വാല്യൂ കൊടുത്തിട്ട് ഒന്ന് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്റ്റെപ്പിന്റെ സമയം കളയുന്നില്ല. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും psi is equal to -1/2 n by v -1/2 n by v mu effective square divided by EF എന്ന് പറഞ്ഞിട്ട് കിട്ടും. Okay, EF എന്ന് പറഞ്ഞിട്ട് കിട്ടും. Okay, so this is the susceptibility at 0 Kelvin. Susceptibility at 0 Kelvin കിട്ടും, ഇങ്ങനെ കിട്ടും. Okay, so when t tends to 0 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിലുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. T tends to infinity അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആവുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് കിട്ടിയത് നമുക്ക്? psi infinity is equal to എന്ത് ചെയ്യുന്നു? -n mu effective divided by 3KT എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യൂരിയസിലൂടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 0 ടെമ്പറേച്ചർ ആയി, ഇൻഫിനിറ്റി ആയി, ജനറൽ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇത്രയാണ് എന്ത് വരുന്നത്? ലാൻഡോന്റെ ഡയമagnetism വരുന്നത്. ഇമ്പോർട്ടന്റ് എസ്സേ ആണ്, ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു എസ്സേ ആണ് എന്ത്? ലാൻഡോ ഡയമagnetism. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ഫെർമിയിലുള്ള രണ്ട് കേസുകൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.